വന്നിട്ട് പറഞ്ഞു, അതെ ശ്രീകാന്ത് വരുന്നുണ്ട്, ഇനിയെങ്കിലും എന്റെ അച്ഛനെ പുറത്തു വിടണമെന്ന് പറയാ. ശ്രീകാന്ത് വരുന്നുണ്ടെന്ന് കേട്ട തന്നെ സച്ചി ഇങ്ങനെ ജാഗരൂകനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. അവരെ കണ്ട ഉടനെ സച്ചി പാഞ്ഞ് അങ്ങോട്ട് ചെന്നു ശ്രീകാന്തിന്റെ കോളറിനോട് കയറി പിടിച്ചിട്ട് അവനെ തലങ്ങും വിലങ്ങോട്ട് അടിക്കുകയാണ്. നീ ഒറ്റ എഴുത്തും കാരണം കിടക്കുന്ന കണ്ടോടാ അച്ഛൻ, നീ ഒറ്റ എഴുത്തും കാണാൻ അതിനെല്ലാം പ്രശ്നക്കാരൻ, നീ കാരണം അച്ഛൻ ഈ അവസ്ഥ ഉണ്ടായത്. എന്നാലും ഈ ചതി എന്തിനാണ് അച്ഛനോട് ചെയ്തേ, ഒരു വാക്ക് നിനക്ക് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് തല്ലുവാണ്. കുറെ തല്ലുണിപ്പത്തിനും ശ്രീകാന്ത് പറഞ്ഞു, വേണ്ടേട്ടാ തല്ലുണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് സച്ചി കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് SI വന്നിട്ട്, ഇതെന്താ നീ എന്താ നിയമം കയ്യിലെടുക്കുവാണെന്ന് ചോദിക്കാം. അതെ ഇത് എവിടെയാന്നറിയോ, പോലീസ് സ്റ്റേഷൻ കയറുന്നിട്ട് നീ മറ്റുള്ളവരെ കൈ വെക്കുന്നതാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ അവന്റെ നേരെ കൈ വെക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് അകത്തിടുമെന്ന് പറയണം. അന്ന് പറഞ്ഞ സച്ചിനെ കൂടെ മാറ്റി വിടുവാണ്, അതിന്റെ കർണത്തടിക്കുവാണ്. എന്നാലും നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തേ? നീ കാരണം നിന്റെ അച്ഛൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇത്രയും കാലം നിന്നെ വളർത്തി വലുതാക്കിയ നീ കൊടുത്ത സമ്മാനം അല്ലേടാന്ന് ചോദിക്കും. അമ്മ ഞാനൊന്ന് പറയുന്ന കേൾക്ക്, നീ കൂടുതലൊന്നും പറയണ്ട, എല്ലാം മനസ്സിലായടാ. അപ്പൊ നിനക്ക് നിന്റെ അച്ഛനോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നുള്ളല്ലേ? നീ പോണ സമയത്ത് ഞങ്ങളെ കുറിച്ച് ഒരു വാക്കെങ്കിലും നീ ചിന്തിച്ചോ? ഇത്രയെങ്കിലും നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നു, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ എന്ന് പറയാം. അമ്മ നീ കൂടുതലൊന്നും പറയണ്ട, എന്നാലും നീ ഇത്രയ്ക്ക് വലിയ ദ്രോഹിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു, കാരണം ഏറ്റവും ഇളയനാണല്ലോ എന്ന് കരുതിയിട്ട്. രവിയേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നീയോ ഞങ്ങളെല്ലാം അടിച്ചില്ലാടാ. ഇതിനേക്കാളും വലിയൊരു തിരിച്ചടി ഞങ്ങൾക്ക് ഇനി എന്താടാ കിട്ടാനുള്ളതെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതിയെ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. അപ്പത്തേനും ശ്രുതി വന്നിട്ട് പറഞ്ഞു, അതെ എന്നാലും ഇത്രയും പ്രതീക്ഷയിലാട്ടോ ശ്രീകാന്ത് നിന്നെ കുറിച്ച്. നീ എന്താടാ എന്നോടെങ്കിലും ഒരു വാക്കാലും പറയാൻ പറ്റായിരുന്നോ? നിനക്കൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് പറയായിരുന്നല്ലോ. നീ ഒരു വാക്ക് പോലും പറയാതെ അതും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കൂട്ടി വെച്ച്. അത് കാരണം ഇപ്പൊ കണ്ടില്ലേ അച്ഛൻ കിടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ. ആദ്യമായിട്ട് അച്ഛൻ സ്റ്റേഷനിൽ കയറുന്നത് നിനക്കത് അറിയാവോ? അത് നീ കാരണം. പിന്നീട് ആളാം വീതം എല്ലാരും വന്ന് കുറ്റപ്പെടുത്തുകയാണ്. ശ്രുതിയും കൂടെ വന്നിട്ട് ശ്രീകാന്തിനെ ഭയങ്കര കുറ്റപ്പെടുത്തുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രീകാന്ത് ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, അതെ ആളാം വീതം ഇങ്ങനെ വന്ന് ചീത്ത പറഞ്ഞിട്ട് തല്ലിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മധുസൂദനും മഹിമ അങ്ങോട്ട് പാഞ്ഞു വരുന്നേ. മഹിമ വർഷനെ കണ്ടതും വർഷക്കിട്ട് കൊടുക്കുവാണ്. കാരണം അത്ര സമയം ഉണ്ടായിരുന്ന ആ ദേഷ്യം മൊത്തം വർഷയുടെ ദേഹത്ത് തീർക്കുവാണ്. തലങ്ങും വിലങ്ങും അവളെ ഇട്ട് ചതച്ചു. അവസാനം മധുസൂദൻ ഇടയ്ക്കേക്ക് കയറി, മതി നിർത്ത്, ഇനി അവളെ തല്ലണ്ടാന്ന് പറയണം. അവൾക്ക് അങ്ങനെ അബദ്ധം പറ്റി എന്നും പറഞ്ഞോണ്ട്, ദേ മോളെ അവൻ നിന്നെ മനഃപൂർവ്വം തട്ടിക്കൊണ്ട് പോയതായിരിക്കില്ലേ, കുഴപ്പമില്ല, ഇനി പ്രശ്നമൊന്നുമില്ല, ദേ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട്, ഞങ്ങളോട് പോന്നാ മതി എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അല്ല എന്താ പറയണേ? ഇവര് തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാ ആരിവരെ തട്ടിക്കൊണ്ട് പോയതൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടോ മധുസൂദൻ പറഞ്ഞു, അത് നീയാണോ തീരുമാനിക്കണമെന്ന് ചോദിക്കണം. ആ സമയം രവീന്ദ്രൻ ഇങ്ങനെ ലോക്കപ്പിൽ ഇങ്ങനെ കടന്നു വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നോക്കിയിരിക്കണം. രേവതി എന്നിട്ട് പറഞ്ഞു, എസ്ഐയോട് പറഞ്ഞതേ ഇനിയിപ്പോ ഇവര് വന്നല്ലോ, ശ്രീകാന്ത് വന്നല്ലോ, എന്റെ അച്ഛനെ പുറത്തിറക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞ് മധുസൂദൻ പറഞ്ഞു, ഒരു കാരണവശാല് ഇറക്കാൻ പാടില്ല, കാരണം ഇനി ഇവനെയും കൂടെ പിടിച്ച് അകത്തിടുക ചെയ്യണ്ടേ. എല്ലാരും കൂടെ കൂടി ചേർന്നൊരു പ്ലാൻ ആയിരുന്നത് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയത്. ഇതേ ഈ ശ്രീകാന്തിനെയും കൂടെ പിടിച്ച് അകത്തേക്ക് ഇടാൻ പറയണം. ഇത് കേട്ടും വർഷം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല ഡാഡി എന്താ പറയണേ? ശ്രീകാന്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം. പിന്നീട് എസ്ഐയുടെ അടുത്ത് ചെന്നിട്ടുണ്ട്, സാറേ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ, ഞങ്ങൾ പ്രായപൂർത്തിയായവരാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും, കുഴപ്പമൊന്നുമില്ല, അറിയാലോ. അതിന്റെ പേരില് എന്റെ അച്ഛനെയോ അല്ലെങ്കിൽ ഇതേ ശ്രീകാന്തിനെ ഉള്ള പിടിച്ചിടാനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ഇതേട്ടെ SI ആകെപ്പാടെ പെട്ടുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മഹിമ വന്നിട്ട് പറഞ്ഞു, നീ എന്തൊക്കെയാ വർഷയെ പറയണെന്ന് വെക്കാം, നീ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ അവിടെ നിന്ന് വെക്കും. ഞാൻ എന്തിനാമേ മിണ്ടായിരിക്കണേ? എന്റെ ഭർത്താവ് ശ്രീകാന്ത് എന്റെ കഴുത്തിൽ താലി ചാർത്തിയതാ. ഇനി സംശയം ഉണ്ടെങ്കിൽ ഇതേ ക്ഷേത്രത്തെ രജിസ്റ്ററില് കാര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ അത് നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. എന്റെ ഭർത്താവിനെ പിടിച്ച് ജയിലിലടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച കല്യാണം കഴിച്ചവരാ. അങ്ങനെ ഇതേ ശ്രീകാന്തിനെ പിടിച്ച് ലോക്കപ്പിൽ ഇടുകയാണെങ്കിൽ ആ കൂടെ എന്നെയും കൂടെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടേക്കണമെന്ന് പറയാം. SI പെട്ടു. സച്ചി പെട്ടെന്ന് SIയുടെ എടുത്ത് നിന്നിട്ടുണ്ട്, ഇപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടില്ലെന്ന് നിൽക്കും, ഇനി എന്റെ അച്ഛനെ പുറത്തിറക്കാൻ പറയാണ്. ഈ സമയം മസൂദന്റെ അടുത്ത് SI വന്നിട്ടുണ്ട്, അതെ നിങ്ങളുടെ മോള് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയിക്കുന്ന, ആരും നിർബന്ധിച്ചൊന്നുമല്ല, അത് മാത്രമല്ല അവരുടെ വിവാഹം കഴിയുകയും ചെയ്തു. പ്രായപൂർത്തിയായ ആണും പെണ്ണും അവർക്ക് അവരുടെ ഇഷ്ടം ജീവിക്കാം, ഇനി അവരെ തടയാനൊന്നും പറ്റത്തില്ല, കല്യാണം കഴിച്ചതിന്റെ പേരിൽ പിടിച്ച് ലോക്കപ്പിൽ ഇടാനും പറ്റില്ല എന്ന് പറയണം. പിന്നീട് കോൺസ്റ്റബിളിനോട് പറഞ്ഞു അയാൾ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരാൻ പറയണം. അങ്ങനെ രവീന്ദ്രനെ ലോക്കപ്പ് തുറന്ന് വെളിയിലേക്ക് കൊണ്ടുപോവാ. രവീന്ദ്രന് സങ്കടമാണോ ദേഷ്യമാണോ എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് പറഞ്ഞു അവിടെ രജിസ്റ്റർ കാണിച്ചിട്ട് ഇത്ര സൈൻ ചെയ്തിട്ട് പോയിക്കൊള്ളാൻ പറയണം.
ആ സമയത്ത് മഹിമ നേരെ വർഷം അടുത്തേക്കുന്നു. വർഷ, മോളെ ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കുക. ദേ ഇവരുടെ കൂടെ പോണ്ട, മോള് വാ, മോൾക്കൊരു അബദ്ധം പറ്റിയതാന്ന് മനസ്സിലായി, ഇനിയെങ്കിലും വാ. ഇത് കണ്ടില്ലേ, നിന്നെ ഇത്രയായി സ്നേഹിക്കുന്ന നിന്റെ അച്ഛൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? നീ പറയുന്ന എന്തും നിനക്ക് സാധിച്ചിരുന്നല്ലായിരുന്നോ? ഇത്രയും കാലം നിന്നെ പൊന്നുപോലെ വളർത്തിയിട്ട് നിനക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നാലേ ആ കല്യാണത്തിന് സമ്മതിക്കുക, നിനക്ക് നല്ലൊരു ആജ്ഞയെ പോലെ ജീവിക്കാം, പറയുന്നൊന്ന് അനുസരിക്കും മോളെ എന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോ വർഷ പെട്ടെന്ന് പറഞ്ഞു, അതെ ഞാൻ ശ്രീകാന്തിനെ വിട്ടിട്ട് ഒരിക്കലും വരാൻ പോകുന്നില്ല. ദേ അമ്മ ഇനി എന്നെ നിർബന്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രീകാന്തിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. മഹിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മഹിമയ്ക്ക് നല്ല ദേഷ്യമായിപ്പോയി. മഹിമ പെട്ടെന്ന് മസൂദന്റെ അടുത്ത് വാട്ടാ, നമുക്ക് പോയേക്കാം, ഒരു കാര്യമുണ്ട്, നീ അനുഭവിക്കാൻ പോകുന്നു ഓൾറെഡി. നീ ഇവന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ നീ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് വരും. അന്ന് നിന്നെ പടിക്കകത്തേക്ക് പോലും ഞാൻ കേട്ടില്ല, പറഞ്ഞു കേട്ടല്ലോ. ഇങ്ങനെ ഇനി ഞങ്ങൾക്ക് ഒരു മോളിൽ ഞങ്ങൾ വിചാരിക്കുള്ളൂ. ഒറ്റ മോളാണല്ലോ എന്ന് കരുതിയിട്ട് തല വെച്ച് കൊണ്ടുവന്ന ഇപ്പൊ അതിനുള്ള കൂലി നീ ഞങ്ങൾക്ക് തന്നില്ലേ, കണ്ടോടി. ഇനി മേലാല് അച്ഛനും അമ്മയെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ പടി പോലും കയറിയേക്കളെന്ന് പറഞ്ഞിട്ട് മധുസൂദനെ വിളിച്ചോണ്ട് മഹിമ അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് രവീന്ദ്രന്റെ അടുത്തേക്ക് ശ്രീകാന്ത് എല്ലുവാണ്. അച്ഛാന്ന് വിളിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ശ്രീകാന്തിനെ അങ്ങോട്ട് തള്ളി മാറ്റി. എന്നിട്ട് അങ്ങോട്ട് നടക്കുവാണ്. സച്ചി പെട്ടെന്ന് ശ്രീകാന്തന്റെ അടുത്ത് എന്നിട്ട് അച്ഛാ അച്ഛാന്ന് പറഞ്ഞ മേലാ നീ അച്ഛന്റെ അടുത്തേക്ക് ഒന്നും വന്നാട്ടല്ലോ, നിന്റെ കർണം അടിച്ചാൻ പൊട്ടിക്കും, മനസ്സിലായോ? നീ ലോക്കപ്പ് കയറ്റിയതും പോരാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. പിന്നീട് പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരുവാണ്. ആ സമയം ശ്രീകാന്തിന്റെ അടുത്ത് വർഷ എന്നിട്ട് അതെ അച്ഛനെ പുറത്തിറക്കിയല്ലോ, ഇനി നമുക്ക് ഇനി നമ്മളിവിടെ എന്തിനാ നിക്കണേന്ന് ചോദിക്കണം. അങ്ങനെ കാറിന്റെ അടുത്തേക്ക് രവീന്ദ്രനെ കയ്യെ പിടിച്ചോണ്ട് സുധിയും സച്ചിയും കൂടെ ചെല്ലുവാണ്. അപ്പൊ രവീന്ദ്രൻ കാറിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്ത് രേവതി അങ്ങോട്ട് ഓടി വന്നു. രേവതിയെ കണ്ട ഉടനെ സച്ചി, നീ എങ്ങോട്ടാന്ന് ചോദിക്കുക. അല്ല ഞാനും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ പോക്കണം, വീട്ടിലേക്ക് വരാന്നുള്ള മോഹം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയാം. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താണ് സച്ചി പറയുന്നേ? അവള് വീട്ടിലേക്കല്ലാതെ പിന്നെ എങ്ങോട്ട് പോകാനാ? അവൾ എന്ത് തെറ്റായതേ? അവളെ എല്ലാത്തിനും കാരണം അവള് കാരണമാന്ന് പറയാണ്. അവള് തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ? നീ കേറി രേവതി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോയി കാറിലേക്ക് കയറും. ചന്ദ്രമതി ശ്രുതി അവരെല്ലാരും കൂടെ കയറി. പക്ഷെ രേവതി കയറാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി കാറിന്റെ ഡോർ അങ്ങോട്ട് വലിച്ചടച്ചു. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിൽക്കുകയാണ്. പിന്നീട് രവീന്ദ്രനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അറിയുന്ന ആരുടെ അക്ഷരം പോലും ഇടാതെ രവീന്ദ്രൻ ഇറങ്ങുവാണ്. ഇറങ്ങി അങ്ങോട്ട് വീട്ടിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് രവീന്ദ്രന്റെ മനസ്സിലേക്ക് ഇവിടുന്ന് പോലീസ് ജീപ്പ് കയറ്റിക്കൊണ്ട് പോയതും അവിടെ ചെന്ന് ലോക്കപ്പിൽ കടന്നു എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം അങ്ങോട്ട് മിന്നുമായി വേണം. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. മനസ്സിനറിയാം, സങ്കടമാണോ ദേഷ്യമാണോ വല്ലാത്തൊരവസ്ഥ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പോയ രവീന്ദ്രൻ പെട്ടെന്ന് എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറച്ച് ബക്കറ്റും വെള്ളം ഇരിപ്പുണ്ടായിരുന്നു പൈപ്പിന്റെ ചോട്ടില്, അതെടുത്ത് തലവഴി ഒഴിക്കുവാണ്. പെട്ടെന്ന് സച്ചി ഓടിച്ചെന്നു. എന്താ അച്ഛാ, അച്ഛൻ എന്താ കാണിക്കണേന്ന് ചോദിക്കുവാണ്. അവിടെ കിടന്നൊരു തോർത്തേക്ക് എടുത്തുന്നു. ഇന്ന് അച്ഛൻ തല തോർത്താനും പറഞ്ഞുകൊണ്ട് ദേഹത്തേക്ക് ഇടുവാണ്. അങ്ങനെ ആ ടറക്കി ദേഹത്ത് വന്നു കഴിഞ്ഞപ്പോ തന്നെ രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താ? ജയിലിൽ പോയ എന്റെ പൊന്നാടി എണീക്കണമെന്ന് ചോദിക്കും. ചന്ദ്രമതി പറഞ്ഞു, ഇതെന്താ രവിയേട്ട ഇങ്ങനെയൊക്കെ പറയണേ? രവിയേട്ടൻ തല തോർത്ത് ഇത് കണ്ടില്ലേ, തല മൊത്തം നനഞ്ഞു. ഒന്നാമത്തെ കാര്യം 100 അസുഖങ്ങളുള്ളതെന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, അതെ പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് വന്നാ ഞാൻ അറിയാലോ, അതുകൊണ്ട് ഞാനൊന്ന് കുളിച്ചതാന്ന് പറയണം എന്നും പറഞ്ഞ് രവീന്ദ്രന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോ സച്ചി പറഞ്ഞു, അച്ഛന് ദേഹം മുഴുവൻ നനഞ്ഞിരിക്കുക അച്ഛാ, തോർത്താൻ പറയണം. ചന്ദ്രമതി പറഞ്ഞു, എന്താ രവിയേട്ട എങ്ങനെയൊക്കെ, വന്ന് ഡ്രസ്സ് മാറിയിട്ട് ദേഹം തോർത്താൻ പറയണം. രവീന്ദ്രൻ പക്ഷെ ഒന്നും ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. സച്ചിക്കാണ് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സച്ചി പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെ, അച്ഛൻ ആരോടെ ദേഷ്യപ്പെടുന്നേ? പോട്ടച്ചാ, ഇനിയിപ്പൊ അച്ഛൻ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, ഓരോന്ന് ഓർക്കുമ്പോ എനിക്കിപ്പോ ചിരി വരുവാന്ന് പറയണം. എന്താ അച്ഛാ, എന്താ കാര്യം? അല്ല മക്കളെ കുറിച്ച് ഞാൻ എന്തൊക്കെ പ്രതീക്ഷകൾ കണ്ടേ, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. ഞാൻ ആ മധുസൂദനോട് എന്തൊക്കെയാ പറഞ്ഞേ, മക്കളെ വളർത്തുവാണെങ്കിൽ മര്യാദയ്ക്ക് വളർത്തണമെന്ന് അയാളോട് പറഞ്ഞ. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ വളർത്തിയതുപോലെയൊന്നും അല്ല മക്കളെ വളർത്തേണ്ടതെന്ന്. എന്റെ മക്കളെ ഞാൻ നല്ലപോലെ വളർത്തിയെന്ന് അയാളുടെ മുന്നിൽ ഞാൻ വീം പിടിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വെറും നാണം കെട്ടു പോയെന്നുള്ള കാര്യം. ഇതാ പറഞ്ഞേ, ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും ആലോചിച്ച് പറയണമെന്ന്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തിരിച്ചടി കിട്ടും, നമുക്കതൊന്നും സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. അപ്പത്തേന് ചന്ദ്രമതി ഓടി വന്നിട്ട് പറഞ്ഞു, രവിയേട്ടാ ഡ്രസ്സ് മൊത്തം നനഞ്ഞിരിക്കുന്നു, പനി പിടിക്കും, ഇതേ മാറിയിട് എന്ന് പറയണം. അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് കയറി പോവാണ്. സച്ചിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അവിടെ ഇരിക്കുകയാണ്. ആ സമയം സച്ചി എന്ത് ചെയ്യണം, സച്ചി ദേഷ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് അവിടെ ഇറങ്ങി പോവാണ്. ഇന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നതെന്നും പറഞ്ഞോണ്ട് സുധി ചന്ദ്രമതി ചോദിച്ച, അല്ല അവനിത് എങ്ങോട്ട് പോയതാ? ചിലപ്പം ശ്രീകാന്തിനെ അന്വേഷിച്ച് പോയതായിരിക്കും എന്ന് പറയാം. എനിക്ക് അറിയില്ലടാ, എന്റെ വയറണ ആകെപ്പാടെ ആളി കത്തുവെന്ന് പറയണം.
ആള് കത്തുവാണോ? അന്ന് അമ്മ ഫുഡ് കഴിക്കാത്തോണ്ടായിരിക്കും എന്ന് പറയും. ഇവിടെ ഫുഡ് കഴിക്കാത്തോണ്ടല്ല, ദേ ശ്രീകാന്തിനെ ഓർത്തിട്ട്, എന്നാൽ അവൻ ഈ ചതി ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. എന്റെ അമ്മേ, ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നറിയോ? ദേ നിനക്ക് വന്ന പോലെ തന്നെ നല്ലൊരു ആലോചന അവക്കും അല്ല അവനും വരണം, നല്ലൊരു വിവാഹം തന്നെ വരണം, നന്നായിട്ട് ജീവിക്കണം. പക്ഷെ കണ്ടില്ല അവനിപ്പോ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ, ആരോടും ഒരു വാക്ക് പോലും പറയാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി കല്യാണം കഴിച്ചിരിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറയണം. അമ്മ ഇനിയിപ്പോ ഓരോന്നൊക്കെ ആലോചിച്ച് വെച്ചിട്ട് അമ്മ ഇങ്ങനെയൊക്കെ ഇവിടെ ഇനിയിപ്പോ അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട, അമ്മ ആ വിഷയം വിടാൻ പറയണം. അപ്പത്തേനും ശ്രുതി അങ്ങോട്ട് വരുവാണ്. ശ്രുതി വന്നിട്ട് പറഞ്ഞു, അമ്മേ അമ്മയ്ക്ക് വിശക്കണില്ലേന്ന് ചോദിക്കുക. എനിക്ക് വിശപ്പും ദാഹവും കെട്ടടങ്ങിയെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊന്നും സമയമില്ല, നേരം വെളുക്കാറായല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തേലും ഓർഡർ ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ഓർഡർ ചെയ്യുക. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ചന്ദ്രമതി നിൽക്കുകയാണ്. സച്ചിയാണെങ്കിൽ കട്ടക്കലിപ്പായിരുന്നു. സച്ചി പുറത്തേക്ക് പോവാണ്, അവനെ കാണണം, ആ ശ്രീകാന്തിനെ കാണണം. ശ്രീകാന്തിനെ കണ്ടൊന്ന് പഞ്ഞിക്കിടണമെന്ന് ഓർത്തോണ്ട് സച്ചി രണ്ടും കലിപ്പിച്ച് ഇറങ്ങി പോവാ. അങ്ങനെ സച്ചി പോയ പുറകെ തന്നെ രേവതി അങ്ങോട്ട് വരുവാണ്. രേവതി ഒരു ഓട്ടോറിക്ഷ വന്നിറങ്ങി നേരെ വീട്ടിലേക്ക് വരിക. അപ്പൊ രേവതി അവിടെ വന്നപ്പോ രവീന്ദ്രൻ ചോദിച്ചാലും രേവതി എന്തെന്ന്. അപ്പൊ ചന്ദ്രമതി പറഞ്ഞു, അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി അവൾ പൂ കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെക്കാരും ഇഷ്ടം അവൾക്ക് അവിടെ നിൽക്കുന്നതാണല്ലോ എന്ന് പറയുകയും ചെയ്തായിരുന്നു. പക്ഷെ രേവതി ഒരിടത്തേക്കും പോയില്ല. രേവതി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ എങ്ങോട്ടാണ് വരുന്നത്? അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഇത് കേട്ടിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അതൊരു ഞെട്ടലോടുകൂടി രേവതി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്.